നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. കണ്ടല്ലോ, 2 വിഷപ്പാമ്പുകളെ നമ്മൾ ഈ വീട്ടിൽ തീറ്റി പൊറ്റുന്നത്. അതെ ജാനകി, പക്ഷേ എടുത്തു ചാടി നമുക്കൊന്നും ചെയ്യാനാവില്ല. അറിയാലോ, ആ മോനിയാള് നിസ്സാരക്കാരനല്ല. പോരാത്തിന് സൂര്യയുടെ പിൻബലവും. അതെ പപ്പേട്ട, പ്രാർത്ഥനയ്ക്ക് ഭാവന, മോനിക്ക് സൂര്യ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ രണ്ടാളും. നോക്കാം. ശരി, നോക്കിക്കൊണ്ടിരുന്നാ മതി. അബേ, അമ്മേ, ബാമയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ. എന്താ അമ്മേ, ചോദിച്ചു കേട്ടില്ലേ? ഭാമ ഇവിടെ ഇല്ല, അവളുടെ വീട്ടിൽ പോയി. ആരോട് ചോദിച്ചിട്ടാ വീട്ടിൽ പോയത്? പോയതല്ല, ഞാൻ അവളെ കൊണ്ടാക്കിയതാ. അതാ അമ്മേ ഞാൻ ചോദിച്ചത്, ആരോട് ചോദിച്ചിട്ടാ ബാമയെ കൊണ്ട് വീട്ടിലാക്കിയെന്ന്. ഞാൻ ആരോട് ചോദിക്കണം? എനിക്ക് അവളെ കൊണ്ടാക്കണമെന്ന് തോന്നി, കൊണ്ടാക്കുകയും ചെയ്തു. അവൾ ഈ വീട്ടിൽ ഇരുന്നിട്ടാ ആ ഭരത് ഇവിടെ വരുന്നതും നിന്റെ അനിയത്തിയുടെ മുറി കയറി ഒളിക്കുന്നതും. അതിന് ബാമയെ കൊണ്ടാക്കിയ പരിഹാരം തീരുവോ? അമ്മേ, ഇപ്പൊ തന്നെ അമ്മ ബാമയെ വീട്ടിൽ വിളിച്ചു വരുത്തണം. പറ്റില്ല, ഞാൻ അത്രയ്ക്ക് അധപ്പതിച്ചിട്ടില്ല. എന്റെ മോളെ കൂടി തട്ടിയെടുക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. എന്നാ വേണ്ട, ബാമ ഉടനെ വീട്ടിൽ വരും. അപ്പൊ അമ്മ അവളെ തിരിച്ച് വീട്ടിൽ പറഞ്ഞയക്കാതെ അവളെ ഒന്ന് സ്വീകരിക്കണം. സോറി അഭി, അതിന് എന്നെ കിട്ടില്ല. കിട്ടും. അമ്മ ബാമയെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ബാമയെ കൊണ്ട് വേറെ എവിടെങ്കിലും പോകും. ഇനി എന്താ വേണ്ടതെന്ന് അമ്മ തന്നെ അങ്ങ് തീരുമാനിക്കും. അഭി, അഭി, നീ അത്രയ്ക്കായോടി? എന്റെ മോനെ നിനക്ക് പ്രത്യേകം കൊണ്ടുപോയി താമസിപ്പിക്കണമല്ലേ? ഭാവനയോ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ശരി, വാ. വായിച്ചി വരൂ. ഭാവന ഇരിക്കി. വേണ്ട അങ്ങളെ, എനിക്ക് പോകേണ്ടതുണ്ട്. ആന്റി ഇവളെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവൾക്ക് ആന്റിയോടുള്ള ബഹുമാനം ഒരിക്കലും കുറയില്ല. അതുകൊണ്ട് ഇവൾ അറിയാത്ത കാര്യങ്ങൾക്ക് ദയവായി ഇവളെ ഇനി ശിക്ഷിക്കരുത്. ഭാമ സ്വന്തം മകന്റെ ഭാര്യയാണെന്നുള്ള കാര്യം പലപ്പോഴും ആന്റി മറന്നു പോകുന്നുണ്ട്. ദയവായി ആന്റി ഭാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. ആന്റിയും 2 മക്കൾക്ക് ജന്മം കൊടുത്തതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആന്റി എപ്പോഴും ഭാമ അമ്മയുടെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ. മരണം വരെ അങ്ങനെ കാണുകയും ചെയ്യും. എത്രയൊക്കെ നമ്മൾ നേടിയാലും അവസാനം കൂട്ടിയും കിഴിച്ചു നോക്കുമ്പോൾ നമ്മൾ ചെയ്ത നന്മകൾ മാത്രമേ ബാക്കിയുണ്ടാവൂ. അരുന്ധതിയുടെ പിന്നാലെ ഭരത് വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. വേണ്ട ഭാവനെ, അത് പറയാനുള്ള യോഗ്യത നിനക്കില്ല. ഈ വാക്കുകൾ ഞാൻ കേട്ടു മടുത്തതാ. പറയാൻ നിനക്ക് ഉറപ്പില്ലെങ്കിലും കേൾക്കുന്ന എനിക്കുണ്ട്.
അമ്മേ എന്താ ഇത്? വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? അതെന്നോടല്ല പറയേണ്ടത്, ഇവളോടാ. ഭാമയെ കൊണ്ടാക്കാൻ വന്നാ കൊണ്ടാക്കിട്ട് പൊക്കണം. അവളും അവളുടെ കുറെ ന്യായങ്ങളുമായിട്ട് വന്നിരിക്കുന്നു. നിന്റെ മിടുക്കും ആദർശങ്ങളെ നീ കയ്യിൽ തന്നെ വെച്ചിരുന്നാ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. അരുന്ധതിയുടെ പിന്നാലെ ഇനി അവൻ വരട്ടെ, അവന്റെ കാല് ഞാൻ വെട്ടിയെടുക്കും. ഭാമ അഭിയുടെ പിന്നാലെ പോയതുപോലെ നീ സൂര്യയുടെ പിന്നാലെ നടന്നതുപോലെ ദേ ഇവളുടെ പിന്നാലെ നടന്ന് ഈ വീട്ടിലെ മരുമകനാകാനാണ് അവന്റെ മോഹമെങ്കിൽ അതും നടക്കില്ലെന്ന് അവനോട് പറഞ്ഞേക്ക്. അമ്മ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? ഏയ്, നീ മിണ്ടിപ്പോവരുത്. അവനെ പറഞ്ഞ നിനക്കെന്താടി തോന്നുന്നത്? ഏയ്, അമ്മേ പെൺകുട്ടികളെ ഇങ്ങനെ തല്ലരുത്. അതിന്റെ ദോഷം എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലാവില്ല. ഇത് ആന്റി എന്നോടുള്ള ദേഷ്യം തീർക്കുന്നത് ആംഗ്ലേ. ഞാൻ എന്തോ മനഃപൂർവ്വം ചെയ്തതുപോലെ. എന്താ എന്റെ മോളെ എനിക്ക് തല്ലിക്കൂടെ? തല്ല ആന്റി, പക്ഷേ അതിന് അതിൻ്റെതായ കാരണങ്ങൾ കൂടി ഉണ്ടാവണം. ഇവിടെ ഇപ്പൊ അരുന്ധതിയെ തല്ലാന് മാത്രം ഇവളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഭാവന, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. എന്റെ മോളെ എന്ത് ചെയ്യണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇനി ഈ വിഷയം സംസാരിച്ച് ഇപ്പോഴുള്ള സൗഹൃദം കൂടി ഇല്ലാതാക്കണ്ട. ഒരിക്കലും നടക്കാത്ത ബന്ധത്തിന് വേണ്ടി ശ്രമിക്കരുതെന്ന് ഭരതനോട് പറഞ്ഞേക്ക്. അതെ, അത് തന്നെയാ എനിക്ക് പറയാനുള്ളത്. ഓക്കെ അങ്കിൾ, ഞാൻ ഭരതനോട് പറഞ്ഞേക്കാം. അങ്കിള് ഇവളോടും കൂടി ഒന്ന് പറഞ്ഞേക്കണം. ഇനി ഇതിന്റെ പേരിൽ ഭാമയെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ശ്രമിച്ച പിന്നെ ഞാൻ ചോദിക്കുന്ന ഇങ്ങനെയാവില്ല. ഭാമേ, എന്തുണ്ടെങ്കിലും വിളിക്കാം. അങ്കിളെ പോയിട്ട് വരാം. ചേച്ചി പോയിട്ട് വരാം. മോളാത്തേക്കില്ലേ മോളെ കൂട്ടിക്കൊണ്ടുപോ. വായിച്ചേ. ചേച്ചി ചായ കുടിക്കേ. അബിയുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് നല്ല വഴക്ക് കൊടുത്തു. അതുകൊണ്ടാ ഭാമേച്ചി ഒന്നും പറയാതെ അമ്മ സ്വീകരിച്ചത്. എനിക്കറിയാം ചേച്ചി, ചേച്ചിയുടെ മാനസികാവസ്ഥ. ഇല്ല മോളെ, എന്റെ മനസ്സിലെ വിഷമം ആർക്കും മനസ്സിലാവില്ല. എവിടെയും പണത്തിനാ സ്ഥാനം. എനിക്കും കുറെ പണം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് എന്നെയും അംഗീകരിച്ചേനെ. ഭാമേച്ചി നോക്കിക്കോ, പണമൊന്നും ഇല്ലാതെ തന്നെ അമ്മ ഭാമേച്ചി സ്വീകരിക്കും. ഈ കുഞ്ഞാവെന്ന് വന്നോട്ടെ. എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ഒരു കുഞ്ഞ് ഈ വീട്ടിലുണ്ടെങ്കിലേ ഏറെക്കുറെ ആശ്വാസം കിട്ടും. ഇവിടെ സംഭവിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാവും. അതിന് ഇവളും ഇവളുടെ കുഞ്ഞും ജീവിച്ചിരുന്നിട്ട് വേണ്ടേ?